സ്റ്റഫ്ഡ് മസാല ഇഡ്ഡലി വീട്ടിൽ തയ്യാറാക്കുന്ന അതേ ഇഡ്ഡലി മാവ് നമ്മൾ ഉരുളക്കിഴങ്ങ് മസാലയോ അല്ല അതുപോലെ കുറച്ച് കട്ടിക്കുള്ള ഏത് മസാലയാണെങ്കിലും നമുക്ക് സ്റ്റഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. വീട്ടിൽ തയ്യാറാക്കിയ ഇഡ്ഡലി മാവ് ഇതുപോലെ നന്നായിട്ട് കലക്കിയെടുക്കുക. നമ്മൾ ഇത് കിണ്ണങ്ങളിലാണ് തയ്യാറാക്കുന്നത്. അതിൽ ശകലം എണ്ണ തേച്ചെടുക്കുക. ഇപ്പം നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം ഒരു തവി മാവ് താഴെ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റഫിങ് വയ്ക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള സ്റ്റഫിങ് ആയിരിക്കണം. ഇതിപ്പം മസാല ദോശയ്ക്ക് തയ്യാറാക്കിയ സ്റ്റഫിങ് വെച്ചാണ് മസാല ഇഡ്ഡലിയും തയ്യാറാക്കുന്നത്. അതിൽ ഗ്രീൻ പീസും ശകലം ചേർത്തിട്ടുണ്ട്. എത്രയാണോ സ്റ്റഫിങ് നമുക്ക് നിറയ്ക്കാൻ പറ്റുന്നത് അതുപോലെ അതിൻ്റെ നടുക്ക് വെച്ചിട്ട് മുകളിൽ മാവ് കൊണ്ട് തന്നെ ഒന്ന് മൂടിയെടുക്കുക. എല്ലാം കൂടെ ചെയ്തു വരുമ്പോൾ കിണ്ണത്തിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തിൻ്റെ മുകളിൽ വരെ വന്നാൽ മതി. മൊത്തമായിട്ട് വരികയാണെങ്കിൽ അത് ഒത്തിരി അങ്ങ് ഷേപ്പ് കിട്ടാതെ വരും. ഇത് സാധാരണ ഇഡ്ഡലി ആവിയിൽ വേവിക്കുന്നത് പോലെ വേവിച്ചെടുക്കുക. ശകലം കൂടുതൽ നേരം വേവിക്കുക. കാരണം കുറച്ച് വലിയ സൈസ് ആയതുകൊണ്ട് 15 മുതൽ 20 മിനിറ്റ് വരെ ആവി കയറ്റി എടുക്കുക. അത് കഴിഞ്ഞ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ മരുകി ഇതുപോലെ ഒന്ന് വെടിവിച്ചെടുക്കുകയാണെങ്കിൽ കിണ്ണത്തിൽ നിന്ന് നമുക്ക് എളുപ്പം തന്നെ ഇഡ്ഡലി ഇളക്കി മാറ്റാനായിട്ടും പറ്റും. കിണ്ണത്തിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റഫ്ഡ് ഇഡ്ഡലി ഇളക്കി മാറ്റാനായിട്ട് പറ്റും. ആ സ്റ്റഫിങ് വെക്കുന്നത് കുറച്ച് സൂക്ഷിച്ച് നടുക്ക് വെച്ചാൽ മതി. താഴെ മാവ് കാണുകയും വേണം. നമുക്ക് ഇഡ്ഡലിപ്പൊടിയോ അല്ല ദോശപ്പൊടി എന്ന് പറയും, അതിൻ്റെ കൂടെ നമുക്കിത് വിളമ്പാവുന്നതാണ്. അല്ല സാമ്പാറോ ചമ്മന്തിയോടെ കൂടെയാണ് ഇത് കൊടുക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ വിളമ്പാം. ഇപ്പം സ്റ്റഫ്ഡ് ഇഡ്ഡലി മുറിച്ച് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ നടുക്കത്തെ സ്റ്റഫിങ് തന്നെ മതി നമുക്കിത് തൊടാനായിട്ട്. വലുതായിട്ട് ഒന്നിൻ്റെയും ആവശ്യമില്ല. ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിരിക്കുന്ന സ്റ്റഫ്ഡ് ഇഡ്ഡലി ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അല്ലാതെ ട്രാവലിംഗ് സമയത്തിലും നമുക്കിത് കയ്യിൽ കൊണ്ടുപോകാവുന്നതാണ്. ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക.